السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد फातिमा मदीने के बादशाह के आंगों का तारा है, जो सब्र व तक़वा से जन्नत तक पहुँचे. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ലോകമിന്ന് ദ്രുതഗതിയിൽ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികമായും സാമ്പത്തികമായും വലിയ വികാസം പ്രാപിക്കുമ്പോൾ അതിൻ്റെ തൽഫലമായി പണത്തിൻ്റെ പളപളപ്പിൽ ആസ്വദിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ മറക്കുകയും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആറാടുമ്പോൾ അവിടെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രസക്തമാകുന്നത്. തഖ്വ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും ജീവിതത്തെ ക്രമീകരിക്കുകയും ആത്യന്തികമായ വിജയം കൈവരിക്കുകയും ചെയ്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു തന്ന ദീനനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തിന്റെ 10ാം വർഷമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിറവിയെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രിയായി വളരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങും തണലുമായി വർത്തിച്ചവരായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. തന്റെ ജീവിതം എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിയ ഒരു വ്യക്തിത്വത്തെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിൽ കാണാൻ സാധിക്കുന്നത്. മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ കുടൽമാല കൊണ്ടിട്ട ശത്രുക്കള് അത് കണ്ടാസ്വദിച്ച് നിൽക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്ന് തൻ്റെ പിതാവിൻ്റെ കഴുത്തിലുള്ള ഓരോ ഒട്ടകത്തിൻ്റെ കുടൽമാലയും എടുത്തു മാറ്റി പിതാവിനോട് ചേർന്നു നിന്ന് സമാശ്വസിപ്പിക്കുന്ന ചിത്രം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഭാര്യ മരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഉമ്മയുടെ എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്ത മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു അബീഹാ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പേര് വിളിച്ചത്. സ്വർഗീയ വനിതകളുടെ രാജ്ഞിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു, ഹുദൈഫത്തുൽ യമാനി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വഅന്ന ഫാത്തിമത സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗീയ നാരികളുടെ രാജ്ഞി. വെറുതെ ലഭിച്ചതാണോ ആ പദവി? ജീവിത വിശുദ്ധി കൊണ്ട് കൈവരിച്ചതാണ് ആ പദവി. അതേ തഖ്വയോടെ ജീവിച്ചപ്പോൾ ലഭിച്ചതാണ് ആ പദവി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ എല്ലാ സമയത്തും അന്യ പുരുഷന്മാരിൽ നിന്നും തൻ്റെ ശരീരം സംരക്ഷിച്ചിട്ടുണ്ട്. ഒരന്യ പുരുഷനും തൻ്റെ ശരീരം കാഴ്ചവെച്ചിട്ടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് ചേർന്ന് നിന്ന് കരയുന്നു. അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ഫാത്തിമ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ, ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ
എൻ്റെ ശരീരം കഫം ചെയ്ത് തുറന്ന മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോ എൻ്റെ ശരീരത്തിൻ്റെ ആകൃതി, എൻ്റെ ശരീരത്തിൻ്റെ ലാവണ്യം അന്യ പുരുഷന്മാർ കാണുമോ എന്ന ഭയമാണ് എന്നെ വേട്ടയാടുന്നതെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇന്ന് പല മുസ്ലിം സംഘടനകളും സ്ത്രീകളെ രംഗത്തിറക്കുന്നു. എന്തിനു വേണ്ടി? ശക്തി തെളിയിക്കാൻ പല മുസ്ലിം സംഘടനകളും സ്ത്രീകളെ രംഗത്തിറക്കുമ്പോ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. മദീനത്തെ രാജാവിന്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കുശാഗ്ര ബുദ്ധിയും കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാനുള്ള കാര്യബോധവുമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു സാമ്രാജ്യത്തിന്റെയും അധിപനായിട്ടില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തേക്കും പ്രതിനിധിയായി അയക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് തസ്തികളോ സർക്കാർ തസ്തികളോ വഹിച്ചിട്ടില്ല. പകരം തൻ്റെ ഉത്തരവാദിത്യം കൃത്യമായി നിർവഹിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ പുറത്തിറക്കാൻ പഠിപ്പിക്കുന്നില്ല. അതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവസാന സമയം പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ ശരീരത്തിൻ്റെ ആകൃതി അന്യ പുരുഷന്മാർ കാണുമോ എന്നോർത്ത് ഭയന്നിരുന്നു. പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ പുറത്തിറക്കുക എന്നുള്ളത് ക്യാപിറ്റലിസത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങളെ പുറത്തിറക്കി അവർക്ക് ലാഭം കൊയ്യാനുണ്ട്. അതുകൊണ്ടാണ് അവർ സമത്വം സംസാരിക്കുന്നത്, സ്ത്രീകളെ തെരുവിലേക്ക് ഇറക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വികസിത രാഷ്ട്രങ്ങളിലാണ്, സ്ത്രീകളെ പുറത്തിറക്കുന്ന രാഷ്ട്രങ്ങളിലാണ് സ്ത്രീ പീഡനം വർദ്ധിച്ചു വരുന്നത്. വലിയ പ്രമുഖന്മാരില്ലേ സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ, സ്ത്രീകളെ ശാരീരികമായി ആക്രമിച്ച കേസിൽ പ്രതികളായി വലിയ ഉന്നതന്മാരില്ലേ? എന്നാൽ ഇസ്ലാം അവിടെ അവരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അവരുടെ സുരക്ഷയ്ക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയതെന്ന് ഉമ്മമാരെ നമ്മൾ ആലോചിക്കണം. മാത്രവുമല്ല, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളവളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ ഇരിപ്പും നടപ്പും അതേ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് പോലെയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാമ്യമുണ്ട് എന്ന് പറയുന്നതായിട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. മാത്രവുമല്ല, സുബുലുൽ ഹുദാ വറുഷ്ദ് എന്ന കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും സാദൃശ്യമുള്ളവരെ പ്രതിപാദിക്കുന്നിടത്ത് ആദ്യമായി എണ്ണിയത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ അടുത്ത് വിളിച്ച് വരുത്തി പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു. ആദ്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖമൊന്ന് പ്രകാശിച്ചു, വ്യസനിച്ചു. പിന്നീട് അത് പ്രകാശിക്കുന്നതും കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ഫാത്തിമ നിന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വകാര്യം പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ, എൻ്റെ പിതാവിൻ്റെ മരണശേഷം ഞാൻ പറഞ്ഞു തരാം, അവിടെയും കൃത്യമായ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എൻ്റെ ഉപ്പ അടുത്ത് മരണപ്പെടുമെന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അപ്പൊ എൻ്റെ മുഖം വിവർണമായി. എന്നാൽ രണ്ടാമത് പറഞ്ഞത്, എൻ്റെ കുടുംബത്തിൽ നിന്നും എന്നെ ആദ്യമായി കണ്ടുമുട്ടുന്നത് മോളെ നീയാണ് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷമായി. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മരണത്തിന് ശേഷം 6 മാസം കഴിയുന്നതിന് മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. ജമാദുൽ ഉഖറ 20-നാണെന്നും 18-നാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഏതായാലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിനോട് ബല്ലടിച്ച് കിടക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചിരുത്തി വസിയത്ത് ചെയ്തത്,
നിന്റെ ശരീരം ചുറ്റുഭാഗവും മറച്ച മുകളിൽ മറയുള്ള മയ്യത്ത് കട്ടിലായിരിക്കണം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകേണ്ടത്. രാത്രിയായിരിക്കണം എന്നെ മറവ് ചെയ്യേണ്ടത്. കാരണം പകല് മറവ് ചെയ്താൽ അവിടെ പുരുഷന്മാരല്ലേ കൂടുതലുണ്ടാവുക, അവൻ്റെ ശരീരത്തിൻ്റെ ആകൃതി കാണും. അതുകൊണ്ട് രാത്രി എന്നെ മറവ് ചെയ്യണമെന്ന് അവസാന വസിയത്ത് ചെയ്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് പുഞ്ചിരിച്ച് ഈ ലോകത്തോട് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചതിന് ശേഷം വല്ലാതെയൊന്നും സന്തോഷിച്ചിട്ടില്ല. അങ്ങനെ അവസാനത്തെ പുഞ്ചിരിയായിരുന്നു അത്. അങ്ങനെ പുഞ്ചിരിച്ച് ഈ ലോകത്തോട് വിട പറയുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തഖ്വയുള്ളവളായിരുന്നു, ത്വാഹിറയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വാഹിറ എന്ന് വിളിച്ചിട്ടുണ്ട്, ബതൂൽ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ മഹാത്മ്യത്തെ അത് വിളിച്ചോതുന്നുണ്ട്. മാത്രവുമല്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിനുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് പലരും ഭർത്താവിൻ്റെ അപ്രീതി കരസ്ഥമാക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിൻ്റെ പ്രീതി കരസ്ഥമാക്കിയിട്ടുണ്ട്, സേവനം ചെയ്തിട്ടുണ്ട്, തൻ്റെ പിതാവിന് വാത്സല്യമായിട്ടുണ്ട്, തൻ്റെ പിതാവിന് സേവകയായിട്ടുണ്ട്. അങ്ങനെ ജീവിച്ച മഹദി അവസാനം സ്വർഗത്തിലെ രാജ്ഞിയാവുകയാണ്. ഈ സ്ഥാനം അലങ്കരിച്ചത് അവിടുത്തെ ജീവിത വിശുദ്ധി കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതല്ലേ പറഞ്ഞത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫാത്തിമതു ബിളഅതു മിന്നീ, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് വിശേഷിപ്പിച്ച് മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവിടുത്തെ പ്രീതി കരസ്ഥമാക്കി വിജയിച്ച് നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ പോകാനും ആത്മീയതയുടെ ഉന്നതിയിലേക്ക് എത്താനും അവിടുത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹുവിൻ്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്നവരിൽ ഉൾപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നീ അവസരത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.